തിരുവനന്തപുരത്ത് നടന്ന മൊണാലിസ ഫാർമാൻ വിവാഹം വൻ വിവാദത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കുംഭമേളയിലൂടെ വൈറലായ ഉത്തർപ്രദേശ് സ്വദേശി മൊണാലിസയുടെയും കാമുകൻ ഫർമാൻ ഖാന്റെയും വിവാഹം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM ആഘോഷിക്കുമ്പോഴാണ് വധുവിന് പ്രായപൂർത്തിയായില്ലെന്ന ഗൗരവതരമായ ആരോപണം ഇപ്പോൾ ഉയരുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിയ ഇരുവരെയും വിവാഹം നടത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചത്. ഫേസ്ബുക്ക് വഴിയാണ് ഇവർ പരിചയപ്പെട്ടത്. എന്നാൽ ഇയാളൊരു അന്യ മതത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടും ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാത്തത് കൊണ്ടും മൊണാലിസയുടെ പിതാവ് ഈ വിവാഹത്തെ എതിർക്കുകയായിരുന്നു. മാത്രമല്ല, മൊണാലിസ ഈ വിവാഹത്തിൽ നിന്ന് മറ്റൊരു വിവാഹത്തിലേക്ക് മൊണാലിസയുടെ അച്ഛൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. അതുകാരണമാണ് കേരളത്തിലേക്ക് ഒളിച്ചോടാമെന്ന് തീരുമാനിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ പ്രകാരം മൊണാലിസയുടെ ജനന തീയതി 2009 ജനുവരി 21 ഇതനുസരിച്ച് പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നും വിവാഹത്തിൽ പങ്കെടുത്ത മന്ത്രി വി ശിവൻകുട്ടി, MV ഗോവിന്ദൻ, AA റഹീം എന്നിവർ ശൈശവവിവാഹ നിരോധന നിയമപ്രകാരവും പോക്സോ നിയമപ്രകാരവും കുടുങ്ങുമെന്നാണ് വിമർശകരുടെ വാദം. അനുപമയുടെ കുഞ്ഞിനെ കടത്തിയതുപോലെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന രീതിയാണിതെന്നാണ് ഡോക്ടർ ബെറ്റിമോൾ ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം കൊച്ചിയിലേക്ക് മടങ്ങിയെന്ന് കരുതിയ ദമ്പതികളെ പെട്ടെന്ന് തിരുവനന്തപുരത്ത് തന്നെ എത്തിച്ച് CPM നേതാക്കളുടെ സാന്നിധ്യത്തിൽ വിവാഹം നടത്തിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും വിമർശകർ കരുതുന്നു. എന്നാൽ വധുവിന്റെ പ്രായം സംബന്ധിച്ച തെളിവുകൾ പുറത്തു വന്നതോടുകൂടി ഈ പുരോഗമനവാദങ്ങളെല്ലാം രാഷ്ട്രീയ തിരിച്ചടിയായി മാറുകയാണ് എന്ന് വിമർശകർ പറയുന്നുണ്ട്. ഗോവിന്ദ മാഷിന് ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാ, വഴിയിൽ കിടന്ന ചില പ്രശ്നങ്ങൾ കൂടി തലയിൽ വെച്ചിരിക്കുകയാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ മൊണാലിസയുടെ പ്രായത്തെ ചൊല്ലി വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പിന്നാലെ പലരും ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അത്തരത്തിലെ ചില പോസ്റ്റുകൾ നോക്കാം. ഡോക്ടർ ബെറ്റിമോളുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം. ഇതൊക്കെ എന്ത്? കല്യാണം കഴിക്കാൻ സ്വന്തം നാട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രണയികൾ നാടുവിട്ട് പോയി കല്യാണം കഴിക്കുക, വീട്ടുകാർ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയില്ലാത്തിടത്ത് താമസിക്കുക, ഇതൊക്കെ കുറെ നാൾ മുതൽ തന്നെ തുടരുന്ന നീക്കുപോക്കുകളാണ്. എത്രയോ കേരളീയർ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഡൽഹിയിലും മുംബൈയിലും ഒക്കെ പോയി കല്യാണം കഴിച്ച് താമസിക്കുന്നു. ഒളിച്ചോടി ഒരുമിച്ച് കഴിയുന്ന രീതി മനുഷ്യ സംസ്കാരത്തിന്റെ ആദിമകാലം മുതൽ നിലനിന്നിരുന്ന ഒന്നാണ്. എത്രയോ പേർ വിദേശത്ത് പോയി വിവാഹം കഴിച്ചിരിക്കുന്നു. വ്യത്യസ്ത രാജ്യക്കാർ മൂന്നാമതൊരു രാജ്യത്ത് ചേക്കേറി കുടുംബം ഉണ്ടാക്കുന്നു. അപ്പോഴാണ് നോർത്ത് ഇന്ത്യക്കാരിയായ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടി ഒരാൾക്കൊപ്പം ഒളിച്ചോടി കേരളത്തിൽ വിവാഹം കഴിച്ച് ഒരു വലിയ സംഭവമായി റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനൊരു രാഷ്ട്രീയ മാനം നൽകി ആഘോഷിക്കുന്നത്. അനുപമ S ചന്ദ്രന്റെയും അജിത്തിന്റെയും കുഞ്ഞിനെ ദുരഭിമാനമായ അപ്പുപ്പന്റെ, അതായത് അനുപമയുടെ അച്ഛൻ താല്പര്യപ്രകാരം ഔദ്യോഗിക സംവിധാനം ഉപയോഗം ചെയ്ത് സംസ്ഥാനം കടത്താൻ കൂട്ടുനിന്നവരാണ് ഇതിനൊക്കെ ഈ കാർമ്മികത്വം വഹിക്കുന്നത്. കേരളീയർ അഭിമാന വിജംബിതരാവാൻ ആഹ്വാനം ചെയ്യുകയാണ്. പുരോഗമനം പൂത്തുലയുന്ന വഴികൾ. കമൽജിത്ത് കമലഹാസന്റെ പോസ്റ്റിലെ പൂർണ്ണരൂപം. ഈ പെൺകൊച്ച് ഹിന്ദുവാണ്. 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത് 2026 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് അനുസരിച്ച് കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത നിറഞ്ഞ കുറ്റകൃത്യമാണ്. ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം പുലർത്തിയാൽ 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പ്രകാരം കുറ്റമാണ്. മൊണാലിസ എന്ന ഈ പെൺകൊച്ചിന്റെ പ്രായം ഗൂഗിളിൽ പറയുന്നത് അനുസരിച്ച് 17 വയസ്സാണ്. കടത്തിക്കൊണ്ടുവന്ന ഇക്കയ്ക്ക് പണി കിട്ടും എന്നർത്ഥം. പക്ഷെ പ്രധാന കോമഡി എന്തെന്നാൽ ശിശുവിനെ വിവാഹം കഴിക്കുന്നവർ മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുന്ന ബ്രോക്കർ, നടത്തിപ്പുകാർ എന്നിവർക്കും കെട്ടിയവന് കിട്ടുന്ന അതേ ശിക്ഷ ലഭിച്ചേക്കാം എന്നതാണ്. ഈ പെങ്കൊച്ചിന്റെ അച്ഛനും നാഷണൽ മീഡിയകളും വിചാരിച്ചാൽ പ്രായപൂർത്തിയാകാത്ത ഹിന്ദു പെങ്കൊച്ചിനെ കടത്തിക്കൊണ്ടുപോയ മുസ്ലിം ചെറുപ്പക്കാരന് സൗകര്യമൊരുക്കി കൊടുത്ത, പയ്യനെ പോക്സോ കുറ്റം ചെയ്യാൻ സഹായിച്ച കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കും രാജ്യസഭാ മെമ്പറിനും ഒക്കെ കുറച്ചും ദിവസം കോടതി കയറി ഇറങ്ങാം എന്ന് ആണ് വരുന്നത്. ഈ നാറ്റ കേസൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നവന് വേണ്ടേ പറയാൻ. ഗോവിന്ദൻ ടീച്ചറെ പക്ഷേ മിനിമം ബുദ്ധി എന്ന മാനദണ്ഡം ഉപയോഗിച്ച് കോടതി വെറുതെ വിട്ടേക്കും. പെണ്ണിന്റെ ആധാർ കാർഡ് പോലും പരിശോധിക്കാതെ മുസ്ലിം വോട്ടിനു വേണ്ടി മതേതര ഉടായിപ്പ് കാണിച്ച ഈ ശൂന്യ കുടില ബുദ്ധികൾ പണി കൊടുക്കുന്നത് ഉത്തരഭാരതത്തിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും ആയിരിക്കും. ഫേസ്ബുക്കിൽ തെളിഞ്ഞ മറ്റൊരു കമന്റ്, വിവാഹമൊക്കെ നടത്തിയത് നല്ലതാണ്, AA റഹീം സഖാവെ, പക്ഷെ കൊച്ചിന് 18 വയസ്സായോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാ. ബോണിൽസെ DOB, അതായത് ഈ ഗൂഗിളിൽ കാണിക്കുന്നതാണ് 21/1/2009 എന്നതാണ് മൊണാലിസയുടെ പ്രായം. ഗൂഗിളാണ് പറയുന്നത്. 17 വയസ്സാണ് അപ്പോൾ തികയുന്നത്. അപ്പോൾ പിന്നെ പോക്സോ അല്ലേ സഖാവെ? ഇതാണോ റിയൽ കേരള സ്റ്റോറി? NB. വേറൊരു ആധാർ കാർഡും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്.
1/1/2028 തമ്പാനൂർ പോലീസ് പ്രതികരിച്ചത് നോക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ ഇരുവരുടെയും രേഖകൾ കൃത്യമായി പരിശോധിച്ചിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞോ എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പോലീസിന്റെ പക്കലുള്ള ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക രേഖകൾ പ്രകാരം വിവാഹത്തിന് നിയമപരമായ തടസ്സങ്ങളില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഞങ്ങൾ ഈ വിഷയം ഗൗരവമായി തന്നെയാണ് അന്വേഷിച്ചത്. പെൺകുട്ടിയുടെ ആധാർ കാർഡിലെ ജനനത്തീയതി ഉൾപ്പെടെയുള്ള രേഖകൾ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഇരുവരും പ്രായപൂർത്തിയായവരാണ് എന്ന് ബോധ്യപ്പെട്ടത്. നിയമപരമായ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയ ശേഷമാണ് വിവാഹ നടപടികളുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയത്. തമ്പാനൂർ പോലീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും വിവാഹശേഷം ഇവരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. इसीलिए दीदी आज आपका शादी हो चुका है, प्यार का रंग में भरा है आज, कैसा फील हो रहा है? अच्छा, बहुत अच्छा। यहाँ आकर शादी करने का डिसीजन कैसा लिया? नहीं, हम दोनों लव करते थे। मोनालिसा इधर पर हम घूमने के लिए आए, इधर घूमने के लिए आए क्योंकि हम यहाँ पे दोनों लव करते हैं, प्यार करते हैं एक दूसरे से। यहाँ पे हम घूमने के लिए आए, हमें ये मंदिर अच्छा लगा और यहाँ पे केरला के लोग बहुत अच्छे हैं, इसलिए हमने चूज किया कि हम यहाँ पे ही शादी करेंगे इसी मंदिर से। अभी देखेंगे आगे क्या होता है। हाँ, कोशिश करेंगे केरला में रहने की क्योंकि केरला बहुत अच्छा है और यहाँ पे रहेंगे जी। हाँ जी, नहीं पिताजी थोड़ा अगेंस्ट थे शादी के, इसीलिए हम लोग इधर टेंपल में शादी कर लिए। अगर दूसरा स्टेट होता तो आपको कोई वगैरह कुछ मिलेगा? नहीं, वैसे तो मुझे पता नहीं, लेकिन यहाँ पे मुझे लगा कि यहाँ पे अच्छा है करने के लिए शादी। यहाँ के लोग अच्छे हैं, मंदिर अच्छा है, सब कुछ अच्छे। सपोर्ट बहुत ज्यादा करते हैं, बहुत ज्यादा करते हैं। आप लोगों ने इतना प्यार दिखाया, सब कुछ किया, मुझे बहुत अच्छा लगा। दिल से आप सभी का धन्यवाद जी। अब आप कैसे यहाँ रहेंगे यार और गाँव जाएंगे? इधर ही रहने का प्लानिंग है, अभी देखते हैं आगे क्या होगा। हाँ, अभी इधर देखेंगे, सोचेंगे, समझेंगे, अगर अच्छा लगेगा तो क्या। हाँ, इधर देखते हैं आगे अच्छा लगेगा। केरला बहुत अच्छा है और यहाँ पे देखेंगे, सेटल करेंगे। अगर अच्छा लगा तो मोनालिसा को जब तक अच्छा लगेगा देखेंगे। 6 महीने का 6 मंथ का प्यार, लेकिन 6 मंथ हमारे लिए 60 ईयर्स के बराबर है। 60 साल के बराबर 6 मंथ का प्यार है हमारा, इसीलिए हम लोग शादी कर लिए। मैं भी एक्टर हूँ जी जी जी, इसी फील्ड में हूँ। मैं भी सिनेमा, हम लोग एक फिल्म में हम दोनों एक्टिंग करता था, दोनों का कास्टिंग हुआ उसी टाइम हम दोनों मतलब बातचीत करना चालू किया। फिर मोनालिसा प्रपोज किया मुझे, मैं मना किया शुरुआत में, लेकिन मोनालिसा बोला नहीं हमें करना है, अच्छा लग रहा है, पसंद है, इसीलिए फिर मैं भी ओके बोला। बाद में हम दोनों को लव हुआ, डीप लव हुआ, उसके बाद डिसाइड किया कि हमें शादी करना है। कि वो अभी एक्सेप्ट करेगा? नहीं, मुझे भी इसमें कुछ अच्छा नहीं, लेकिन मेरी फैमिली दूसरी जगह मेरी शादी करना चाहते थे और मुझे वो अच्छा नहीं लगा। अब आप खुश हैं? क्या था रिलीजन था? अभी तो खुश हूँ मैं। दूसरी शादी फिक्स कर दी थी ना, वो किसके साथ थी? आप एक शादी आपके पिताजी ने फिक्स कर दी? नहीं, कोई था हमारे गांव में तो उससे मेरी शादी करना चाहते थे, लेकिन मैंने मना कर दिया कि मुझे नहीं करना। बोलनी चाहते हो आप?